ഹായ് ഗൈസ്, പെരുമഴയത്ത് അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിയിരിക്കുന്നത് നേമത്തെ വീട്ടിലല്ല, നമ്മുടെ നരുവാമൂട്ടിലെ വീട്ടിലാണ്. അപ്പോൾ LS ജേണി ബൈ ദീപുവിന്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി സ്വാഗതം. ഞാൻ കണ്ടില്ലേ ഗൈസ്, റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, കുടയും പിടിച്ചിട്ടുണ്ട്. കോട്ട് ഇട്ടിരിക്കുന്നത് ഞാൻ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്, കുട പിടിച്ചിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഹോം ടൂർ, വ്യത്യസ്തമായ ഒരു ഹോം ടൂറാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നരുവാമൂട്ടിലെ വീട്ടിലെ വാടകക്കാർ മാറി. അപ്പോൾ അവർ മാറിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ നേരത്തെ വീഡിയോയിൽ. ഇവിടെ വെളിയിൽ ഒരു ഷെഡിനകത്ത് എല്ലാം ഒതുക്കിയൊക്കെ പറക്കി റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു അവർ ചെങ്ങന്നൂന്ന് വന്ന സമയത്ത്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം പറക്കി നമുക്ക് അകത്ത് ഇടണമായിരുന്നു. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്, അകത്ത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി ഇറക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ സാധനം എല്ലാം പറക്കി അതിനകത്തിട്ടു. പിന്നെ കുറച്ച് റെനോവേഷനും കാര്യങ്ങളും ഒക്കെ അകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അവിടെ ചെന്ന് നിന്ന് കാണാം. പോരെ, ഇതാണ് ഗൈസ് നരുവാമൂട്ടിലെ വീട്. കണ്ട, ഇവിടെ ഇപ്പോൾ പണിക്കാരും ഒക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ പണിക്കാർ നിൽപ്പുണ്ടെങ്കിലും ഇവിടെ കറണ്ട് പോയിരിക്കുക. കറണ്ട് വന്നു കേട്ടാ, അമ്മ പറഞ്ഞ കറണ്ട് വന്നെന്ന്. ഞാൻ അമ്പലത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് വന്നേ. ഇവിടെ റെനോവേഷൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു ഷെഡുണ്ട് താൽക്കാലികമായിട്ട്. ഈ ഷെഡൊക്കെ നമ്മളിനിയും പൊളിച്ചു മാറ്റും. അതുകൊണ്ട് ഇത് അകത്ത് മാത്രമേ സത്യം പറഞ്ഞാൽ ക്ലീനിങ് നടത്തിയിട്ടുള്ളൂ, പുറത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയും പുറത്ത് ഒരാളെ നിർത്തി മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തേ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കുടയൊക്കെ മാറ്റി വെക്കാം. നേരത്തെ ഉണ്ടായിരുന്ന വാടകക്കാർ അവരുടെ ഒരു അമ്പലം പോലെ ഒരു സാധനം. ഇത് ശരിക്കും അമ്പലം പോലെ പറഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരുന്ന ഒരു സാധനം അവർ എവിടുന്നോ കൊണ്ടുവന്നതാണ്. ആ സാധനമൊക്കെ ഇവിടെ കണ്ടില്ലേ, അവരിവിടെ ഇട്ടേച്ചാ പോയത്. ഇപ്പം മാറിയവരല്ല, അതിന് മുമ്പുണ്ടായിരുന്നവർ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സാധനങ്ങൾ വെച്ചിരുന്ന ഷെഡ് ഇതാ കണ്ടില്ലേ, വെളിയിലുള്ള ഷെഡ്. അതായത് ഇത് പണ്ട്, ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഇത് പണ്ട് ഞാൻ ജ്യോത്സ്യം നോക്കാനും പൂജയ്ക്കും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇനി ആരെയെങ്കിലും നിർത്തി ഇത് കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഷെഡ് പൊളിക്കുന്നുണ്ട്, ഈ റൂം പൊളിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ്റെ പ്ലാൻ അനുസരിച്ചാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവം ഒന്നും ശരിക്കും അറിഞ്ഞുപോലുമില്ല. അച്ഛൻ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഏർപ്പാടാക്കി ചെയ്തതിന് ശേഷമാണ് എന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു നമ്മുടെ കന്നിമൂലക്കത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ബാത്റൂം നമുക്കിനി പൊളിക്കാനുണ്ട്. ഇത് പൊളിച്ച് കണ്ടില്ലേ, ഇതേ പക്ഷെ ഇവിടെ നിന്ന് കാണിച്ചാൽ ശരിയാകത്തില്ല. ഇത് പൊളിച്ച് വെളിയിൽ ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിന്റെ ഡോറ് അടച്ചിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, വെളിയിൽ ഒരു ബാത്റൂം ഉണ്ട്. കണ്ട, ഈ ബാത്റൂമിന്റെ ഇവിടം അങ്ങ് കെട്ടിയടയ്ക്കും. ഇവിടം കെട്ടിയടച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു ഡോറ് നമ്മൾ അകത്തോട്ട് കൊടുത്തിട്ട് ആ ബെഡ്റൂമിന്റെ ബാത്റൂം ഇതാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പം നടക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നേരെ അകത്ത് പോയി അകത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമ്മുടെ പണിക്കാരൻ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഹോള്, ഇതൊരു പൂജാമുറി. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കഷ്ടം പിടിച്ചൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബ്സ് ഒന്നുമേ ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതാണ് പൂജാമുറി. അച്ഛനെ ഇവിടെ ഏതാണ്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് ഇവിടെ വിളക്ക് കത്തീരും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡൈനിങ് ഹാള്. ഈ വീട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ. ഇത് ഡൈനിങ് ഹാള്, ഇത് സ്റ്റെയർ കേസ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം വലിയ കുഴപ്പമില്ല. അതാണ്ടേ അച്ഛനും അമ്മയും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്. ഈ ബെഡ്റൂം വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അടുത്ത 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു ഓഡിറ്റോറിയം പോലെ ഇരിക്കും. ചെറിയൊരു കല്യാണമൊക്കെ നടത്താം, അത്രയ്ക്ക് വലിപ്പമായി പോയി. അതാണ് ഒന്നിതാണ് ഈ ബെഡ്റൂം. കണ്ടില്ലേ,
ഒന്ന് ഇവിടുത്തെ ലൈറ്റ് ഇട്ട് കാണിക്കാം. ഇവിടെ ഒന്ന് ദാ ഈ ബെഡ്റൂമാണ്. ഇവരുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ദാ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് ഇന്റീരിയൽ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നമുക്ക് അടുക്കി പറക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇവരുടെ കട്ടില്, മെത്ത, ഈ സാധനങ്ങളെല്ലാം നമ്മൾ ആ റൂമിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഇവിടുന്ന് നമുക്കൊരു ചെറിയ ഡോറുണ്ട് പുറത്തോട്ടിറങ്ങാൻ. ഇത് വാഷ് ബേസിൻ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തോട്ടിറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡോറുണ്ട്, ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതാണ്ട, കണ്ടില്ലേ, ഇതാണ് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയും. ഈ കന്നിമൂലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ബാത്റൂമാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂം കംപ്ലീറ്റ് അങ്ങ് പൊളിക്കും. ബാത്റൂം പൊളിച്ചിട്ട്, ഞാൻ മുമ്പേ കാണിച്ചില്ല വെളിയിലൊരു ബാത്റൂം ഉള്ളത്, അവിടുന്ന് ഒരു ഡോർ ഇങ്ങോട്ട് വെച്ചോണ്ട് ഈ ബെഡ്റൂമിന്റെ ഡോറ്, ഈ ബെഡ്റൂമിന്റെ ബാത്റൂം അതാക്കി മാറ്റും. എന്നിട്ട് ദാ ഇതിന്റെ ഭാഗത്ത് ദാ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ എൽ ഷേപ്പിൽ കിടക്കുന്ന ഈ പോർഷൻ നമ്മൾ എന്തായാലും പിന്നെ പൊളിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതിന്റെ വെളിവശം ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ, നല്ല കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട്, താൽക്കാലികമല്ല, പിന്നെ അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെയൊക്കെ കുഴിച്ചിട്ടേക്കുന്നുണ്ടോ, ഈ ഭാഗം ഒക്കെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് ഇവിടെ എല്ലാം ഇന്റർലോക്ക് ചെയ്യണം. ഇവിടെ എല്ലാം കണ്ടില്ലേ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുക, അതുകൊണ്ട് വേസ്റ്റ് കണ്ടില്ലേ, ഇനി ഇതെല്ലാം മാറ്റണം. അതുകൊണ്ട് സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക, ഇനി ഇതെല്ലാം മാറ്റണം. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ ബെഡ്റൂമിന്റെ വലിപ്പം നിങ്ങൾ നോക്കിയേ. സത്യത്തിൽ ഇത് മറ്റേ ഇന്റീരിയലോ മറ്റു കാര്യങ്ങളോ ഒന്നും, വാർഡ്രോബ്സും കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. അതുകൂടെ ചെയ്താലും ഇതിന് ഇഷ്ടം പോലെ സ്പേസ് ആണ്, നല്ല സ്പേസിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാത്റൂം കണ്ടില്ലേ, ഇതിന്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ പൊളിച്ചു മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം. കണ്ട, ഇതാണ് ബാത്റൂം. ഇത് നമ്മൾ എന്തായാലും മൊത്തത്തിൽ പൊളിച്ചിട്ട് അവിടെ ഒരു വാതിൽ കൊടുക്കും. ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ട് ആ വാതില് ആയിരിക്കും പിന്നെ, അല്ല ആ വാതിലെന്നല്ല, അതായിരിക്കും പിന്നെ നമ്മുടെ ഈ ബെഡ്റൂമിന്റെ പിന്നെ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ്. നമുക്കിനി നേരെ അടുക്കള ഭാഗത്തോട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞാലേ ഇപ്പം അടുക്കളയില് വാർഡ്രോബ്സ് ചെയ്യുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതിപ്പോ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുക്കള, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പൊ കിച്ചണില് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു 15 സെന്റിമീറ്റർ ആണോ 15 അടിയാണോ, എന്തായാലും ഇത്രയും വരും എന്നാണ് പറഞ്ഞത്. ഇത്രയും വെച്ചിട്ട് ഒരു അലമാര പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാർഡ്രോബ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിവശം കംപ്ലീറ്റ് അടക്കിയ, കണ്ടില്ലേ, അടിവശം കംപ്ലീറ്റ് അടച്ച് ഡോർ ഇട്ടെങ്കിൽ മാത്രമേ, കാരണം ഇവിടെ വാടകക്കാർ പോലും വന്നപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ലെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് കിച്ചണിലും തന്നെ കണ്ടില്ലേ, ഇവിടെയും ഇതിനടിവശം നമ്മൾ അടപ്പ് ചെയ്ത് അടക്കിയാണ്. അപ്പം കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. നമ്മൾ അത്ര വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യുന്നില്ല, താൽക്കാലികമായിട്ടുള്ളൊരു പരിപാടിയാണ്. അയ്യോ, ഇത് കണ്ടില്ലേ, വേസ്റ്റ് ബക്കറ്റ്. ഷീഷ്, ഇത് തുറന്നപ്പം അതിന്റെ അടപ്പ് മാത്രമായിരിക്കും. ഓഹോ, ഇതിന്റെ പുറകുവശം ഒന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെളിവശം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. സത്യത്തില് ഇത് വാടകക്കാര് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ പറഞ്ഞു നമ്മളോട്, അവര് പൈസ അത് കുറച്ച് കൊടുത്താൽ മതി, നമ്മൾ ആളെ വിളിച്ച് നിർത്തി ക്ലീൻ ചെയ്യിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ക്ലീൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കണ്ടോ, ഇത് കണ്ടില്ലേ, കണ്ടോ, ഈ ഒരു വലിയൊരു ഭിത്തി അല്ലെങ്കിൽ ഈ ഒരു കയ്യാല കണ്ടോ,
ഇങ്ങനെ കയ്യാല എന്നാണ് ഓരോ നാട്ടിൽ ഓരോ പേരാ പറയുന്നത്. ഇത് പക്ഷെ നല്ല കിഴുക്കാൻ തൂക്കായിട്ടിരിക്കുക. മണ്ണ് ഇടിയുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് എന്തെങ്കിലും നമ്മൾ സെറ്റിൽമെന്റ് ചെയ്തേ പറ്റുള്ളൂ പിന്നീട്. ഇനി നമുക്ക് നേരെ സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് പോയിട്ട് വരാം. ഇതാണ് ഗൈസ് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസിന്റെ അവിടെ കണ്ട അമ്മ ചൂലും ഒക്കെ ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ പരിപാടികളല്ലായിരുന്നോ? സത്യത്തിലേ നമ്മള് പിന്നെ ആളെ വിളിച്ചൊക്കെ ചെയ്യിച്ചെങ്കിലും ഇവരും തന്നെത്താനെ കുറെ പരിപാടികൾ, ക്ലീനിങ് പരിപാടികൾ അവരുടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് സ്റ്റെയർ കേസ് കയറി നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ അമ്മയുടെ തയ്യൽ മെഷീനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇനി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുകളിലത്തെ സ്ഥലം. അപ്പോ ഇവിടെ കണ്ടില്ലേ കരിയിലകള് കൂടിക്കിടക്കുന്ന കണ്ടില്ലേ? അയ്യോ, കണ്ട, ഇത് കംപ്ലീറ്റ് ഇനി ക്ലീൻ ചെയ്യണം. പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഈ ടെറസിന്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ, രണ്ട് ഭാഗത്തും ഇത് സത്യത്തില് ഇവിടൊക്കെ ഈ തറയിലൊക്കെ കണ്ടമാനം കരിയിലകൾ കൂടി നിൽക്കുകയായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഞാൻ കാണിച്ചാൽ ഇത് കണ്ടില്ലേ, ഈ മരങ്ങൾ, ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ പറമ്പല്ല, നമ്മുടെ പറമ്പിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കിളിച്ച് നിൽക്കുന്നതാണ്. ഇനിയിപ്പോ ഇത് ഈ ശരിക്കും ഒരു വിഷയമുള്ളത് പറഞ്ഞാൽ ഇതിന്റെ ഓണം ആരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. നമുക്കിനി അവരെ കണ്ടുപിടിച്ചിട്ട് അവരോട് വിളിച്ച് പറയണം ഈ മരങ്ങളെല്ലാം വെട്ടി സെറ്റ് ചെയ്ത് തരാൻ പറയണം. കാരണം ഇതിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വലിയ ഡേഞ്ചറസ് ആണ്. കണ്ടില്ലേ, ഈ മരത്തിന്റെ ഒക്കെ ചാഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം നമ്മുടെ വീടിന്റെ മണ്ടയ്ക്കോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു പോർഷൻ ഇപ്പൊ ഞാൻ കാണിച്ചാൽ ഇവിടെ നല്ല വഴുക്കലും ഉണ്ട് കേട്ടോ, തെറ്റി വീഴും. ഇത് കണ്ടില്ലേ എൻ്റെ പൊന്നോ, വേണ്ടേ കരിയിലൂടെ കണ്ടില്ലേ ചവറ്. ഇവിടെ പിന്നെ റബ്ബറാണ് നിൽക്കുന്നത്. സത്യത്തിൽ ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലവും ആരുടെയാണോ എനിക്കറിയാൻ വയ്യ. അപ്പം ഇങ്ങോട്ട് നിൽക്കുന്ന നമ്മുടെ വീടിന്റെ മുകളിലോട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളും നമുക്ക് വെട്ടി മാറ്റേണ്ടിയിരിക്കുന്നു. അതിനും നമുക്ക് വെട്ടിമാറ്റാൻ പറ്റത്തില്ലല്ലോ, അവരെ വിളിച്ചിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ പറയണം. കാരണം അവരത് ചെയ്ത് തരേണ്ടതാണ് സ്വാഭാവികമായിട്ടും. പിന്നെ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇവിടെയാണ് അച്ഛൻ ഒരു ഷീറ്റും ഒക്കെ ഇട്ടിട്ട്, അതായത് താഴത്തെ ഷീറ്റ് എടുത്ത് കണ്ടില്ലേ ഗൈസ്, അയ്യോ ഒരു വല്ലാത്ത അവസ്ഥ കേട്ടാ. അയ്യോ കണ്ട, കരിയില കൂടി കിടക്കുകയാണ്, നല്ല വഴുക്കലുമുണ്ട്. നമ്മളിത് ചവിട്ടി നടക്കുന്നത് വളരെ സൂക്ഷിച്ച് നടക്കാൻ പറ്റൂ. പുഴുവൊക്കെ കാണും കേട്ടോ ഇതിനകത്ത്. ഇനിയിപ്പോൾ ഈ താഴത്തെ ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റ് കംപ്ലീറ്റ് നമ്മൾ പൊളിച്ച് പിന്നെ ഇതിൻ്റെ മുകളിൽ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി തുണികളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും എൻ്റെ പ്ലാനിങ് അല്ല, അച്ഛൻ്റെ പ്ലാനിങ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് കുറേ സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. കാരണം ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അരി ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ, പിന്നെ അതേപോലെ അരി മാത്രമല്ല മറ്റു പല സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളും കുറെ പർച്ചേസിങ് എന്തൊക്കെയോ ഉണ്ട്, വീട്ടു സാധനങ്ങൾ തന്നെ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇവരെയും കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നാളെ പർച്ചേസിങ് വീഡിയോയാണ് നാളെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. NS ജേണി ബൈദിപ്പിന്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ പർച്ചേസിങ്ങിന്റെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ.